ആളുകൾ പല രീതിയിലാണ്, പ്രധാനമായി 4 രീതിയിലെ വിഷയത്തിൽ ഉണ്ടാവുക. ഇൽമും അമലും വെച്ച് നോക്കുമ്പോൾ ചില ആളുകൾ ഇൽമിന്റെ വിഷയത്തിൽ മുൻപന്തിയിലായിരിക്കും, അമൽ ഉണ്ടാവില്ല. ചില ആളുകൾ അമലിന്റെ വിഷയത്തിൽ മുൻപന്തിയിലായിരിക്കും, ഇൽമ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് രണ്ടും ഉണ്ടാവില്ല, കുഫാറുകൾക്ക്. ആ രണ്ടും ഒരുപോലെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ആര്? യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ടുള്ള തൗഹീദിനെ തന്നെ 2 രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ എന്താണത്? അത് ഇൽമിന്റെയും അമലിന്റെയും ഭാഗമാണ്. അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ നമ്മൾ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജൂതന്മാരുടെ വിഷയം എന്താ? അവർക്ക് അറിവുണ്ട്, അവരെന്ത് ചെയ്തില്ല? കർമ്മം ചെയ്തില്ല. നസാറാക്കൾക്ക് അറിവില്ല, എന്നാൽ കുറെ കർമ്മങ്ങൾ ചെയ്തു കൂട്ടും ചെയ്തു. ഇപ്പൊ ജൂതന്മാരെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു നോക്കൂ, സൂറത്തുൽ ജുമുഅയിലെ 5-ാമത്തെ ആയത്തിൽ, മസലുൽ ലദീന ഹമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ. തൗറാത്തിനെ ഏറ്റിയവർ അവർ ഇനി ഏതവസ്ഥയിലാ? കഴുതുകളെ പോലെയാണ് ആയത്. ലം യഹ്മിലൂഹ എന്ന് രണ്ടാമത് പറഞ്ഞല്ലോ, അവർ ഏറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നാമത്തെ അവർക്ക് തൗറാത്ത് കിട്ടിയിട്ടുണ്ട്, ഇൽമ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലം യഹ്മിലൂഹ, അവർ വേണ്ട പോലെ അത് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമൽ ചെയ്തില്ല എന്നാണ്. ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഖുർആന്റെ ആളുകളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ, കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുക.